അപ്പൊ എല്ലാരും നമ്മുടെ ചങ്ങനെ ചാനൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. എല്ലാരും നല്ല രീതിയിൽ പവർ ആയി കൊടുക്കുക. നിസാമാണ് നമ്മുടെ സ്വന്തം ബ്ലോഗർ. നമ്മുടെ കുടുംബങ്ങളൊക്കെ സന്ദർശിക്കാൻ നമ്മൾ തയ്യാറാകണം. മൂന്നാമതായി നമ്മൾ പാലിക്കേണ്ട ഈ ദിവസത്തിൽ പാലിക്കേണ്ട ഒരു എന്താണ്? സാന്ത്വന പ്രവർത്തനങ്ങളിൽ സജീവമാക്കുക എന്നുള്ളത്. നമ്മളൊക്കെ ഇവിടെ വസ്ത്രങ്ങളും മറ്റ് ആഘോഷിക്കാനൊക്കെ വന്നണയുമ്പോ, നിസ്കരിക്കാനൊക്കെ വന്നിരിക്കുമ്പോ നമ്മൾ ഇതിനൊന്നും സാധിക്കാതെ വീടുകളിൽ രോഗികളായി കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. പെരുന്നാളിനെ കുറിച്ചിട്ട് 2 വാക്ക് സംസാരിക്കാം. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. നമ്മള് കഴിഞ്ഞ 29 ദിവസമായിട്ട് വ്രതം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിപ്പോ പെരുന്നാളാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മളെ മസ്ജിദുൽ ഫത്തയില് നമ്മളെല്ലാ കൂട്ടുകാരും എല്ലാ വർഷവും ഇതേമായിരിക്കും എല്ലാ പെരുന്നാൾക്കും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. അപ്പോ എല്ലാ മുസ്ലിങ്ങൾക്കും ഈദ് മുബാറക്ക് ആശംസ. താങ്ക് യു. അസ്സലാമു അലൈക്കും. ഈദ് മുബാറക്. അസ്സലാമു അലൈക്കും. ഈദ് മുബാറക്. അസ്സലാമു അലൈക്കും. ഈദ് മുബാറക്. അസ്സലാമു അലൈക്കും. ഈദ് മുബാറക്. 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 മുബാറക്. നമ്മള് നാട്ടിലാണുള്ളത്. ഇത് മുബാറക്. അപ്പൊ ഇനി മൊത്തത്തിലൊന്ന് എടുത്താളാം. നാലടവഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിക്കണേ. ഇവിടെ നമ്മളെ സ്വന്തം നാട്ടിലുള്ള വേറെ ഒരു പള്ളിയാണ്. അപ്പൊ ഇവിടുത്തെ കുട്ടികളും കാര്യങ്ങളൊക്കെ കൂടിയൊക്കെ ആയിട്ടുള്ളത്. കുറച്ച് ആൾക്കാരൊക്കെ ക്യാമറ കാണുമ്പോ പോവാണ്. നിക്കാനില്ല. കുറച്ച് ആൾക്കാരുണ്ട് അവിടെ കാണിക്ക്. ഇത് അവിടെ വേറൊരു വീഡിയോസ് എടുക്കണ്ട്, സെൽഫി എടുക്കാണ്. അത് വേറൊരു ടീമാണ്. ഇതെല്ലാ ഉസ്താദുമാരാണ്. ഫുൾ ടൈം ആണ്. വായിക്കണില്ലേ? അസ്സലാമു അലൈക്കും. അപ്പൊ നമ്മളെ നാട്ടിലുള്ള ആളുകളെ ഇത്തട്ടല്ലേ നമ്മളെ ഉസ്താദിനൊന്ന് പറയാം. ആരാ പറയാനുള്ളത്? നമ്മളെ ഇതിനെ പറ്റിട്ടൊന്ന് 2 വാക്ക് സംസാരിക്കാം. ഇതിനെ പറ്റിട്ട് 2 വാക്ക് ഇതിനെ കുറിച്ചിട്ടൊന്ന് 2 വാക്ക്. ഈദ് മുബാറക്. എല്ലാവർക്കും ഈദ് മുബാറക്. നമ്മളെ റമദാന്റെ 29 ദിവസം സന്തോഷത്തോടെ നമുക്ക് ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ കഴിഞ്ഞു. അതിനുശേഷം അള്ളാഹു തന്ന നല്ലൊരു സന്തോഷമാണ് പെരുന്നാൾ. ആ പെരുന്നാൾ നമ്മളെല്ലാവരും കൂടെ സ്നേഹം പങ്കിട്ടുകൊണ്ട് പരസ്പരം സൗഹാർദ്ദം കൈമാറിക്കൊണ്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രവാസികൾ നമ്മൾ മറക്കാനും പാടില്ല. അവരുടെ വിഷമങ്ങളിലൊക്കെ സന്തോഷവും റാഹത്തും അള്ളാഹു കൊടുക്കട്ടെ. എല്ലാവർക്കും ഈദ് മുബാറക്. ആമീൻ ആമീൻ. എല്ലാരും ഒന്ന് കൈയ്യടിക്കേ. അപ്പൊ എല്ലാരും നമ്മുടെ ചങ്ങനെ ചാനൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. എല്ലാരും നല്ല രീതിയിൽ പവർ ആയി കൊടുക്കുക. നിസാമാണ് നമ്മുടെ സ്വന്തം ബ്ലോഗർ. നല്ലൊരു വ്യക്തിയാണ്. അതെ അതെ. എല്ലാരും സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക, നല്ല കമന്റ് ഷെയർ ചെയ്യുക.
വിജയിപ്പിക്കുക. നമ്മളെ നാട്ടിന്റെ ഒരു മുത്തായിട്ട് വരുന്ന ഒരാളാണ്. ഇന്നത്തെ പെരുന്നാളിനെ പറ്റിയിട്ട് 2 വാക്ക് സംസാരിക്കാം. നമ്മളെ ചങ്ങായിമാരാണിത്. അതില് നൗഷാദ് പറയുന്നത്. പെരുന്നാള് ഞാൻ 8-9 കൊല്ലത്തിന്റെ ശേഷം ഇപ്പൊ ആദ്യമായിട്ട് നാട്ടിൽ പെരുന്നാളുണ്ട്. എന്നെ സംബന്ധിച്ച് വളരെ വേണ്ടപ്പെട്ട ഒരു പെരുന്നാളാണ്. അൽഹംദുലില്ലാഹ് എല്ലാരും കണ്ട് റാത്തായി. മാഷാ ഈ അല്ലാ. ഈ വർഷത്തിന് എന്താ പറയാനുള്ളത്? നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ സ്ഥിരം എല്ലാ പെരുന്നാളും ഒരേപോലെ തന്നെയാണ്. ഇപ്പൊ ഇവർക്കൊക്കെയാണ് ഒരു പുതുമ ഉള്ളത്. അതെ, ഒരുപാട് കാലങ്ങൾക്ക് ശേഷം എത്ര നാട്ടിൽ കാലത്തിന് ശേഷമാണ്? ഞാൻ 9 വർഷമായി 9 9 വർഷത്തിന് ശേഷം. ശേഷം നാട്ടിലെ പെരുന്നാൾ കൂടുന്നത്. മാഷാ അല്ലാ, മബ്രൂക്ക്. അപ്പൊ എല്ലാം നിങ്ങളും കാണാൻ പറ്റി, നമ്മളെ മാഷാ അല്ലാ. ബാല്യകാല സുഹൃത്തുക്കളെ കാണാൻ പറ്റി. അതെ അതെ. ഒരുപാട് സന്തോഷം. പെരുന്നാളാകുമ്പോ തന്നെ എല്ലാരെയും കാണലും കൂടുതലൊക്കെയാണ് അതിന്റെ ഒരു സലാമാക്കുക അതൊക്കെ തന്നെയല്ലേ. അതെ അതെ. പെരുന്നാളൊക്കെ ആവുമ്പോൾ തന്നെ നമ്മൾക്കൊരു അതെ, അതെ. റബീഉൽ അവലിനെക്കാട്ടിയൊക്കെ നല്ലത് പെരുന്നാളാവുമ്പോഴേ. പെരുന്നാളാവുമ്പോഴാണ് എല്ലാരും ഒന്ന് ഒത്തുകൂടുന്നത്. നമ്മളെ സിയാബ് സാർ നമുക്ക് ഇതുവരെ ഒരു പെരുന്നാൾ മിസ്സായിട്ടില്ല. എല്ലാ പെരുന്നാളും കൂടാറുണ്ട്. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പെരുന്നാൾക്ക് ഞാൻ എത്താറുണ്ട്. ഇന്നലെ കിട്ടൂലെന്ന് വിചാരിച്ച പക്ഷേ തലേന്ന് ഞാൻ എത്തി. കുഴപ്പമില്ല, എല്ലാരും കാണാൻ ഹൈറാക്കി തരട്ടെ എല്ലാവരും. എല്ലാരും കാണാൻ ഏതായാലും ഇൻഷാ അല്ലാ